കോൺഗ്രസ്സിൽ അങ്ങനെയുള്ള ആളുകളെ ആവശ്യമില്ല. ശശി തരൂരിനെ സംബന്ധിച്ച് കോൺഗ്രസ്സിൽ അങ്ങനെ ഒരു പ്രസക്തിയില്ല. ഒരു നല്ല സ്ഥാനം കൊടുത്താൽ അദ്ദേഹം പോവും. ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയിലേക്ക് എടുത്താൽ അദ്ദേഹം പോവും. കോൺഗ്രസ്സിൽ ആർക്കും അദ്ദേഹത്തെ അടുപ്പിക്കാൻ ഇഷ്ടമില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ വളരെ ഹൈയാണ്. അദ്ദേഹം ഒരു സ്ഥാനത്ത് കയറിയിരുന്നാൽ പിന്നെ അവിടെ നിന്ന് മേലോട്ടേ പോവുള്ളൂ. രാഹുൽ ഗാന്ധി ട്രസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ഇദ്ദേഹം ഒരുപാട് ഇൻഫർമേഷനുകളുടെ ഒരു എന്താ പറയുക, ഒരു കലവറയാണ്. ശശി തരൂരുമായുള്ള മത്സരത്തിൽ ശരിക്കും പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ തോറ്റുപോയി എന്നുള്ള ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നെഹ്റു കുടുംബത്തെ അധിക്ഷേപിച്ച് സംസാരിച്ചത് കോൺഗ്രസിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ അത് തെറ്റാണ്. അദ്ദേഹത്തിന് പുറത്തിറങ്ങിയിട്ട് പറയാം. ബി ജെ പിയിലേക്ക് പോയവരുടെയൊക്കെ അവസ്ഥ എന്താ? നമുക്കറിയാവുന്ന കേരള രാഷ്ട്രീയത്തിൽ എല്ലാവരും അറിയുന്ന ഒരു വനിതയാണ് കരുണാകരൻ്റെ മകളുടെ പത്മജ. അവരെവിടെയാണ് ഇപ്പോൾ? അവർക്ക് കൂടുതൽ പ്രസക്തി ഉണ്ടാവും. നമ്മുടെ നാടിനുള്ള ഒരു ഡിഫക്റ്റ്, നമ്മൾ വളരെ ബാക്ക്വേർഡാണെന്നുള്ളതാണ്. ലോകം മാറിക്കൊണ്ടിരിക്കുന്നത് കാണാത്തവരാണ് കേരളത്തിൽ ജീവിക്കുന്നവർ. ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ മുഖങ്ങൾ, അതായത് ഫേസ് വാല്യൂ ഉള്ള ആളുകൾക്ക് കണ്ടാൽ തിരിച്ചറിയുന്ന കുറേ ആളുകളുടെ മുഖം, ഇനി തിരിച്ചറിയില്ലാത്ത ആളുകളെയാണെങ്കിൽ മാധ്യമങ്ങളിലൂടെ കോൺഗ്രസ് തന്നെ ഒരു ടാഗ് ലൈൻ നൽകിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് പരിചിതമാക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഈ പറയുന്ന ശബരിനാഥിനെയൊക്കെ അതുപോലെ ഫേസ് വാല്യൂ ഉള്ള ആളുകളെയൊക്കെ ഇറക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അതേസമയം തന്നെ BJP ആണെങ്കിലും ഇത്തരത്തിൽ വലിയ വലിയ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നവരെ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ആളുകളെയൊക്കെ കോറായിട്ടുള്ള സ്ഥലങ്ങളിൽ നിർത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇത് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് കാണാൻ വേണ്ടി പോകുന്നത് പാർട്ടികൾ തമ്മിൽ എന്നതിനേക്കാൾ ഉപരി ഈ പറയുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകൾ തമ്മിലുള്ള പോരായിരിക്കില്ലേ? അവർക്ക് കൂടുതൽ പ്രസക്തി ഉണ്ടാവും, അത് കറക്റ്റാണ്. പിന്നെ അവർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് അത്ര കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല. അത് ശബരിനാഥിനെ നമുക്കറിയാം, അദ്ദേഹം MLA ആയിരുന്നുകൊണ്ട് നമുക്കറിയാം. കാർത്തികേയറ്റവാനാണ്. അദ്ദേഹത്തിന് അവിടെ ലോക്കലായിട്ട് വലിയ സ്വാധീനങ്ങളുണ്ട്. പിന്നെ ഈ അപ്രതീക്ഷിതമായി ഇദ്ദേഹത്തെ രംഗപ്രവേശം ചെയ്യിച്ചപ്പോൾ കോൺഗ്രസിന് അത് ഒരു ഒരു കുതിപ്പ് ഉണ്ടായിരുന്നു. സർപ്രൈസ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുവന്നു, സഡൻ ലീപ്പ് അതിനകത്തുണ്ടായി. പക്ഷെ പിന്നീടുള്ള കാര്യങ്ങൾ നമ്മൾ കാത്തിരുന്ന് കാണണം. അതുകൊണ്ട് മാത്രം 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാർട്ടിക്ക് മേലോട്ട് കയറി വരാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അവരെ UDF-നകത്ത് തന്നെ അവരുടെ ഒരു ശക്തിയായി നിൽക്കുന്ന മുസ്ലിം ലീഗിനൊന്നും അവിടെ വലിയ പ്രസക്തിയില്ല. തിരുവനന്തപുരത്ത് അവർക്ക് അത്രയ്ക്കുള്ള ഇതൊന്നുമില്ല. പിന്നെ BJP അവിടെ എത്രമാത്രം വളർന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിഷയമുണ്ട് അതിനകത്ത്. ഈ രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം കേരളത്തിൽ BJP-യിലുണ്ടായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മറ്റേതൊരു ശബ്ദവും കോലാഹലമായിരുന്നു അതിൻ്റെ ഉള്ളിൽ. സുരേന്ദ്രൻ, രാജേഷ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾ, ഒരു കൊഹീഷനില്ലായ്മ. ഈ ആളുകളൊക്കെ അപ്രസക്തമായി അദ്ദേഹത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അദ്ദേഹം അങ്ങനെ ഈ അസംബന്ധങ്ങളൊന്നും പറയുന്ന ആളല്ല. ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള മനുഷ്യനാണ് പുള്ളി. ഈ ശശി തരൂരുമായുള്ള മത്സരത്തിൽ ശരിക്കും പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ തോറ്റുപോയി എന്നുള്ള ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശശി തരൂർ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി പലതും ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തോട് ആളുകൾക്ക് മതിപ്പുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ആ മത്സരത്തിൽ ആ കോളം എണ്ണി വന്നപ്പോഴല്ലേ അങ്ങേര് ജയിച്ചത്. അതിന് പ്രധാന കാരണം അതൊരു കോൺഗ്രസ് പാർട്ടിയിൽ നിന്നത് കൊണ്ട് മാത്രമായിരിക്കാം. ഒരുപക്ഷെ ശശി തരൂർ മറ്റു പാർട്ടിയിലായിരുന്നുവെങ്കിൽ ജയിക്കാൻ സാധ്യതയില്ലായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും ശശി തരൂരിന്റെ ഇപ്പോഴുള്ള നീക്കങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ കുറെ നാളുകളായി അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും അല്ലെങ്കിൽ പാർട്ടിയോടുള്ള ഒരു വീക്ഷണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് മോദിയെ സ്തുതിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ NDA അല്ലെങ്കിൽ BJP സ്തുതിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ശശി തരൂർ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത് തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഒരു ക്യാമ്പയിൻ പോലെയൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതെ, അത് പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ റിമാർക്സ്, മോദി മഹാനാണെന്ന് പറയുന്നത് തെറ്റില്ല. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യം, എന്തെങ്കിലും ആട്ടെ, പ്രധാനമന്ത്രിയാണ്, ശരി, നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ നെഹ്റു കുടുംബത്തെ അധിക്ഷേപിച്ച് സംസാരിച്ചത് കോൺഗ്രസിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ അത് തെറ്റാണ്. അദ്ദേഹത്തിന് പുറത്തിറങ്ങിയിട്ട് പറയാം. ഇപ്പോൾ അത് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് നോക്കിയാൽ ഈ BJP-യിലേക്ക് പോകാൻ കാത്തു നിൽക്കുകയാണ് അദ്ദേഹം. അതെ, പക്ഷെ അദ്ദേഹം BJP-യിലേക്ക് പോകാൻ സാധ്യതയില്ല എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. കോൺഗ്രസിനകത്ത് നിന്ന് പുറത്തിറങ്ങിയാൽ അത് അദ്ദേഹത്തിന് തന്നെയായിരിക്കാം വലിയ രീതിയിൽ നഷ്ടങ്ങൾ സമ്മാനിക്കുക എന്നാണ് പറയുന്നത്. രണ്ട് പ്രശ്നമുണ്ട് BJP-യിലേക്ക് പോകുന്നത്. BJP-യിലേക്ക് പോയവരുടെയൊക്കെ അവസ്ഥ എന്താ? അതെ, നമുക്കറിയാവുന്ന കേരള രാഷ്ട്രീയത്തിൽ എല്ലാവരും അറിയുന്ന ഒരു വനിതയാണ് കരുണാകരൻ്റെ മകളുടെ പത്മജ. അവരെവിടെയാണ് ഇപ്പോൾ?
അതേപോലെ എത്ര ആളുകൾ ഇപ്പോൾ AK ആൻ്റണിയുടെ മകൻ എവിടെയാണ്? ഇവർക്കൊന്നും BJP ചെന്നാൽ ഒരു സ്ഥാനമില്ല. അവരൊരു മൂലയ്ക്ക് അവിടെ അവിടെ ഇരുന്നോളാൻ പറയും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാൻ തരൂറിന് ഒരു ഹെസിറ്റേഷനുണ്ട്. രണ്ടാമത്തെ കാര്യം, അവർക്ക് ഇദ്ദേഹത്തെ എടുക്കാൻ ഒരു ഹെസിറ്റേഷനുണ്ട്. കാരണം ഇദ്ദേഹം ഇങ്ങനെ പിടിയിൽ നിൽക്കുന്ന ഒരാളല്ല. അതെ, സ്വന്തം എന്ത് അഭിപ്രായമാണെങ്കിലും അത് തുറന്നു പറയാൻ ഗട്സ് ഉള്ളൊരു വ്യക്തിയാണ്. ഇതിനേക്കാളൊക്കെ വളർന്നൊരു മനുഷ്യനാണ്. പക്ഷേ ഈ ഒരു ഇങ്ങനെയൊക്കെ ആണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലെ മാധ്യമങ്ങൾ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണം, അതുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റൊക്കെ. എന്നിട്ട് പോലും എന്തിനേയും എഴുതാൻ അത്രത്തോളം വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ശശി തരൂരിന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എഴുതാൻ എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപങ്ങളുണ്ടായിരുന്നു. ഇത് കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് BJPയെ സ്തുതിക്കുന്ന അല്ലെങ്കിൽ BJPയുടെ ഒരു ചായ്വ് ശശി തരൂരിനുണ്ട് എന്നുള്ളതല്ലേ. കോൺഗ്രസിൽ നിന്ന് പോകാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയേണ്ടി വരും. പക്ഷെ എന്നാലും ഒരു അവസരം കിട്ടിയാൽ BJPയിലേക്ക് ചേക്കേറാൻ നിൽക്കുന്ന ഒരു നല്ല സ്ഥാനം കൊടുത്താൽ അദ്ദേഹം പോകും. ഇപ്പൊ കേന്ദ്രമന്ത്രിസഭയിലേക്ക് എടുത്താൽ അദ്ദേഹം പോകും. അതാണ് ഇതിനകത്ത്. തിരിച്ച് യുണൈറ്റഡ് നേഷൻസിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ഇവിടെ ഈ നാട്ടിലിരിക്കുമ്പോൾ ഒരു പ്രമാണിയായിട്ട് ഇരിക്കണം എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ. ഞാൻ യുണൈറ്റഡ് നേഷൻസിൽ അദ്ദേഹം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഞാൻ അദ്ദേഹത്തോടൊപ്പം ഒരു യാത്ര പോയ സമയത്ത് രാജീവ് ഗാന്ധി UN-ലൊരു സ്പീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് ഇദ്ദേഹം അസിസ്റ്റൻറ്റ് സെക്രട്ടറി ജനറലാണ്. അന്ന് ഇദ്ദേഹത്തിൻ്റെ ആ പ്രതാപം ഞാൻ കണ്ടതാണ്. കാരണം നമ്മൾ ഈ മലയാളി പത്രക്കാരെയൊക്കെ പുള്ളിയുടെ ഓഫീസിലേക്ക് വിളിച്ചു. അത് ഒരു ഭയങ്കരമായ അധികാരവും ശക്തിയുമുള്ള ഒരവസ്ഥ. അങ്ങനെ ഇരുന്ന ഒരാളെ സംബന്ധിച്ച് ഇവിടെ വന്നിട്ട് വെറുതെ ഇങ്ങനെ തെക്കുവടക്ക് നടക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതെ, തീർച്ചയായിട്ടും. അതിനുള്ള ഊർജ്ജമുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അതുപോലെ അധികാരവും ശക്തിയൊക്കെ ഉള്ള എന്ത് കിട്ടിയാലും പുള്ളി ചാടി വീഴും, പുള്ളി പോവുകയും ചെയ്യും. കോൺഗ്രസ് അന്ന് ഡെഫിനറ്റായിട്ടും കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കും എന്ന് ഓഫർ ചെയ്തുകൊണ്ടാണ് പുള്ളി കോൺഗ്രസിൽ പോയത്. അന്നും ഇതുപോലെ എവിടെ ചേരണമെന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നല്ലോ. അത് പോയി കഴിഞ്ഞ് ഇപ്പോൾ ഇത് കോൺഗ്രസ്സിൽ ആർക്കും അദ്ദേഹത്തെ അടുപ്പിക്കാൻ ഇഷ്ടമില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ വളരെ ഹൈയാണ്. അദ്ദേഹം ഒരു സ്ഥാനത്ത് കയറിയിരുന്നാൽ പിന്നെ അവിടെ നിന്ന് മേലോട്ടേ പോകുള്ളൂ. അപ്പോൾ ഇവർക്കെല്ലാം ഇവരുടെ കസേരയെ ഭയമുള്ളതുകൊണ്ട് അദ്ദേഹത്തെ അടുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ പോളിസി. പൊതുവേ അത് ഇവിടെ അല്ലെങ്കിൽ ഡൽഹിയിലായാലും എവിടെ ആയാലും അകറ്റി നിർത്തുക എന്നുള്ളത്. അതേസമയത്ത് രാഹുൽ ഗാന്ധി ഇദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. രാഹുൽ ഗാന്ധി ട്രസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ഇദ്ദേഹം ഒരുപാട് ഇൻഫർമേഷനുകളുടെ ഒരു എന്താ പറയുക ഒരു കലവറയാണ്. അതെ. അപ്പോൾ ആ രീതിയിലുള്ള കൺസൾട്ടേഷൻസ് കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൗഹൃദവും ഇതുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി ആ ലിമിറ്റ് വിട്ട് അപ്പുറത്തേക്ക് പോയിട്ട് പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയോ എന്നുള്ള കാര്യങ്ങളും ചെയ്തില്ല. ബാക്കി നേതൃത്വത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കിയിട്ട് പുള്ളി പ്രവർത്തിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ച് ശശി തരൂർ പോയാലും പറയപ്പെടുന്നത്, കോൺഗ്രസിനുള്ളിലുള്ള പലരും പറയുന്നത് ശശി തരൂർ അല്ലല്ലോ കോൺഗ്രസ് ഉണ്ടാക്കിയത് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ കോൺഗ്രസിനകത്ത് തന്നെയുണ്ട്. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ പോലും ശശി തരൂർ കോൺഗ്രസിൽ നിന്നും പിരിഞ്ഞു പോവുകയാണെങ്കിൽ അത് കോൺഗ്രസിന് വലിയൊരു നഷ്ടമുണ്ടാക്കും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു നഷ്ടത്തിന് വഴിയുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. പേഴ്സണലായിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം കോൺഗ്രസ് അങ്ങനെയുള്ളൊരു പാർട്ടിയല്ല. കാരണം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിൽ ഒരു ഇൻ്റലക്ച്വലിന് വലിയൊരു സ്ഥാനമുണ്ട്. ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഒരു ഇൻ്റലക്ച്വലിന് വലിയൊരു സ്ഥാനമുണ്ട്. പക്ഷേ കോൺഗ്രസ്സിൽ അങ്ങനെയുള്ള ആളുകളെ ആവശ്യമില്ല. അവിടെ രാഹുൽ ഗാന്ധി എന്ത് പറയുന്നു, സോണിയാഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി എന്ത് പറയുന്നു എന്നുള്ളതനുസരിച്ചുള്ള കാര്യങ്ങളല്ലാതെ സൈദ്ധാന്തികമായി ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ സൈദ്ധാന്തികനാണ്, നമുക്കറിയാം. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന് അഭിപ്രായങ്ങൾ പറയാൻ അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റികളിൽ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ അതിന് പ്രസക്തിയുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ ആ രീതിയിൽ മനുഷ്യർക്ക് മനസ്സിലാകാത്ത രീതിയിൽ വ്യാഖ്യാനിക്കണമെങ്കിൽ അദ്ദേഹത്തെ ഏൽപ്പിക്കും. അദ്ദേഹം അത് ഭംഗിയായിട്ട് നിർവഹിക്കുകയും ചെയ്യും. എന്തോ വലിയ കാര്യമാണെന്ന് കരുതി അതിനുള്ള ചില പ്രയോഗങ്ങൾ ടേംസൊക്കെ ഉപയോഗിച്ചിട്ട് അദ്ദേഹം അത് ചെയ്യും. പക്ഷേ ശശി തരൂരിനെ സംബന്ധിച്ച് കോൺഗ്രസ്സിൽ അങ്ങനെ ഒരു പ്രസക്തിയില്ല. പിന്നെ ഒരു ജനങ്ങളിങ്ങനെ ആരാധിച്ചു കൊണ്ട് നടക്കുന്ന ഒരു വലിയ നേതാവൊന്നും അല്ലല്ലോ അദ്ദേഹം. ആ രീതിയിൽ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് പ്രസക്തി ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഒരു കേപ്പബിളായിട്ടുള്ളൊരു മനുഷ്യനാണ്. രണ്ടാമത്തെ കാര്യം, ഈ നമ്മുടെ ഇവിടെ നമുക്കൊക്കെ ഉള്ളൊരു ഡിഫക്റ്റ്, ഈ നമ്മുടെ നാടിനുള്ള ഒരു ഡിഫക്റ്റ്, നമ്മൾ വളരെ ബാക്ക്വേർഡാണെന്നുള്ളതാണ്. ലോകം മാറിക്കൊണ്ടിരിക്കുന്നത് കാണാത്തവരാണ് കേരളത്തിൽ ജീവിക്കുന്നവരും ഭരിക്കുന്നവരും. ഈ ഇവിടുത്തെ നേതൃത്വങ്ങൾ എല്ലായ്പ്പോഴും അങ്ങനെയായിരുന്നു. അത് അങ്ങനെ നോക്കുമ്പോൾ ശശി തരൂർ അങ്ങനെയല്ല. അദ്ദേഹം വളരെ ഫോർവേഡ് ലുക്കിംഗ് ആയൊരു മനുഷ്യനാണ്. ഒരുപാട് എക്സ്പോഷറുള്ള ആളാണ്, ലോകം കണ്ട ആളാണ്. അദ്ദേഹത്തിന് മാറിക്കൊണ്ടിരിക്കുന്ന ലോകം എന്താണെന്ന് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുക. ഇവിടെ ഒരു
മൊബൈൽ ഫോൺ എടുത്തിട്ട് ഒരു മെസ്സേജ് അയക്കാൻ കഴിയാത്ത മന്ത്രിമാരുണ്ടായിരുന്നു കേരളത്തിൽ. ഇപ്പോഴും ഉണ്ട്, മുമ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവരുടെയൊക്കെ ഇടയിൽ നിൽക്കുമ്പോൾ, കോൺഗ്രസ്സിലായാലും ഏത് പാർട്ടിയിലായാലും നിൽക്കുമ്പോൾ ഇദ്ദേഹം ഒരു അധികായനാണ്. ആ രീതിയിൽ നമ്മൾ മാറണ്ടേ, മുമ്പോട്ട് പോകണ്ടേ, കാലത്തിനനുസരിച്ച് നീങ്ങണ്ടേ. അത് ഉണ്ടോ? ഇപ്പോൾ നിതിൻ ഗഡ്കരി തന്നെ കേന്ദ്ര റോഡ്സ് മിനിസ്റ്റർ, എല്ലാവരും അഡ്മയർ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം ഉണ്ടാക്കുന്ന നാഷണൽ ഹൈവേസ് കണ്ടിട്ട്. അദ്ദേഹം പറഞ്ഞ കേരളത്തിൽ ഇടവഴിയല്ലേ നാഷണൽ ഹൈവേ എന്നത്. അത് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ജനങ്ങൾക്കും ഉണ്ടെന്നുള്ളതാണ്. ഇതൊക്കെ മതി, ഈ വഴി നല്ല ഗംഭീരമാണെന്ന് പറയും. ആ ഒരു തരൂരിൻ്റെ ഒരു മോഡേണിറ്റി ഉണ്ടല്ലോ, അത് ആ ഒരു വലിയൊരു ലീപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത് ഈ കൂടെ നിൽക്കുന്നവർക്കൊന്നുമില്ല, അവർക്കാർക്കും മനസ്സിലാകുകയില്ല അത്.